നിഴൽ പോലെ വരും, പുഞ്ചിരി പോലെ ചേർന്നിരിക്കും, പിന്നെ അപ്രത്യക്ഷനാകും. കേരള ക്രൈം ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ കുറ്റവാളികളിൽ ഒരാളാണ് സൈനൈഡ് മോഹൻ. വിശ്വാസം കൊണ്ടും പ്രണയ വാഗ്ദാനങ്ങൾ കൊണ്ടും സ്ത്രീകളെ കുടുക്കി ഒടുവിൽ സൈനൈഡ് നൽകി കൊലപ്പെടുത്തലിലൂടെ രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. വീട്ടിലും നാട്ടിലുമൊക്കെ സൽസ്വഭാവി എന്ന പേരെടുത്ത ഒരു അധ്യാപകനായിരുന്നു ഈ മോഹൻ. എന്നാൽ അയാൾ ചെയ്തു കൂട്ടിയതാവട്ടെ സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളും. സ്ത്രീകളെ വശീകരിച്ച് ഇഷ്ടവും വിശ്വാസവും കവർന്നെടുത്ത ശേഷം കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു മോഹന്റെ രീതി. 2004-നും 2009-നും ഇടയിൽ കർണാടകയിൽ ഇയാൾ നടത്തിയ കൊലപാതകങ്ങൾ പോലീസിനും പൊതുജനങ്ങൾക്കും പേടി സ്വപ്നമായിരുന്നു. സ്ത്രീധനം നൽകുവാൻ കഴിയാത്തവരോ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്തുവാൻ കഴിയാത്തവരോ ആയ 22 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളെയായിരുന്നു ഇയാൾ വശീകരിച്ച് കൊലപ്പെടുത്തിയിരുന്നത്. തന്റെ കെണിയിൽ വീണ ഇരകളുമായി ലോഡ്ജുകളിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അടുത്ത ദിവസം രാവിലെ ഗർഭനിരോധ ഗുളികകൾ എന്ന വ്യാജേനെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയ ശേഷം സ്ത്രീകളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ രീതി. ഇത്തരത്തിൽ 20-ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ സൈനൈഡ് മോഹൻ വിചാരണ നേരിട്ടത്. 25 കൊലപാതക കേസുകളിൽ പ്രതിയായ മോഹനൻ 20 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. 5 കേസുകളിൽ വധശിക്ഷ ലഭിച്ചെങ്കിലും പിന്നീട് 2 ജീവപര്യന്തമായി കുറച്ചു. താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ബസ് സ്റ്റാൻഡുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഇയാൾ ഇരകളെ തിരഞ്ഞു നടന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായി സ്വയം പരിചയപ്പെടുത്തിയാണ് ഇയാൾ ഇരകളെ സമീപിച്ചിരുന്നത്. സംഭാഷണത്തിലൂടെ അവരുടെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസം നേടിയെടുത്തു. യഥാർത്ഥ പേര് ഉപയോഗിക്കാതെയായിരുന്നു ഈ വഞ്ചന അദ്ദേഹം നടത്തിയിരുന്നത്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി ഒളിച്ചോടുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കും. വിവാഹത്തിന് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടും. മൈസൂരു, ബംഗളൂരു തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. വിവാഹത്തലേന്ന് ഏതെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ താമസിപ്പിച്ച് ഇവരെ ലൈംഗിക ബന്ധത്തിനായി പ്രേരിപ്പിക്കുകയും അതിൽ ഏർപ്പെടുത്തുകയും ചെയ്യും. വിവാഹത്തിനായി അമ്പലത്തിലേക്ക് പോകും മുമ്പ് ആഭരണങ്ങൾ ലോഡ്ജ് മുറിയിൽ വെക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും. വഴിയിൽ വെച്ച് ഗർഭനിരോധന ഗുളികകൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സൈനൈഡ് ഗുളികകൾ ഇവർക്ക് നൽകും. ഇത് കഴിച്ചാൽ ഉടൻ മൂത്രമൊഴിക്കുവാൻ തോന്നുമെന്ന് പറഞ്ഞ് അവരെ ലേഡീസ് വാഷ്റൂമിലേക്ക് പറഞ്ഞയക്കും. ഗുളിക കഴിച്ച സ്ത്രീകൾ തളർന്നു വീഴുമ്പോൾ ഇയാൾ ലോഡ്ജ് മുറിയിലേക്ക് തിരികെ എത്തി ആഭരണങ്ങളെടുത്ത് രക്ഷപ്പെടും. സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേനയാണ് ഇയാൾ സൈനൈഡ് വാങ്ങിയിരുന്നത്. ഇയാൾ പിടിക്കപ്പെടുന്ന കഥ 2009-ൽ അനിത മൂല്യ എന്ന യുവതിയുടെ കൊലപാതകം വിവാദമായി അതിന്റെ അന്വേഷണം ശക്തമാക്കിയതോടെയാണ്. 2009 ഒക്ടോബർ 21-ന് മോഹൻകുമാർ എന്ന സൈനൈഡ് മോഹൻ പോലീസ് പിടിയിലായി. അന്വേഷണത്തിനിടെ 2004-നും 2009-നും ഇടയിൽ താൻ ഈ അനിതയെ അടക്കം 19 സ്ത്രീകളെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയതായി ഇയാൾ സമ്മതിച്ചു. മോഹന്റെ 3ാം ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിലുള്ള സൈനൈഡ് പൊടിയും മറ്റ് തെളിവുകളുമാണ് പോലീസ് കണ്ടെടുത്തത്. ഇതോടുകൂടിയാണ് സൈനൈഡ് മോഹൻ എന്ന പേരിൽ ഇയാൾ കുപ്രസിദ്ധനാകുന്നത്. 2020 ജൂൺ 24-ന് ഇയാൾക്കെതിരെയുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട 20ാമത്തെ കൊലപാതക കേസിൽ ബംഗളൂരുവിലെ കോടതി മോഹന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. കോടതിയിൽ സ്വയം ഹാജരായ പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളെയും സ്വയം ചോദ്യം ചെയ്യുകയായിരുന്നു മോഹന്റെ രീതി. കളങ്കാവിൽ എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ കേസുമായി നേരിട്ടൊരു ബന്ധമില്ലെങ്കിൽ പോലും ഈ കഥാപാത്രം സൈനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. സൈനൈഡ് മോഹന്റെ കഥയല്ല ഇത്, എങ്കിലും അതുപോലൊരു വ്യക്തിയാണ്. നിരവധി യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകൾ ഒരുപാട് പേർ എഴുതാറുണ്ട്. ഓരോ സിനിമയും യഥാർത്ഥ സംഭവങ്ങളുടെയും ഫിക്ഷനുകളുടെയും ഒക്കെ മിശ്രിതമാണല്ലോ. ആയതിനാൽ തന്നെ കളങ്കാവലിന്റെ അണിയറ പ്രവർത്തകർക്കും ചില യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിട്ടുണ്ടാവാമെന്ന് ഈ അഭ്യൂഹങ്ങളോട് മമ്മൂട്ടി പ്രതികരിച്ചിട്ടുമുണ്ട്.